മലബാർ ഗോപാലൻ നായരുടെയും കമലാക്ഷി അമ്മയുടെയും മകനായ എം ജി രാധാകൃഷ്ണൻ എൻ്റെ അച്ഛൻ. നമസ്കാരം. എൻ്റെ അച്ഛനിലേക്ക് സ്വാഗതം. സംഗീതജ്ഞൻ ശ്രീ എം ജി രാധാകൃഷ്ണന്റെ ജീവിതത്തിലൂടെ സംഗീതത്തിലൂടെയുള്ള യാത്രയായിരുന്നു മകൻ രാജകൃഷ്ണൻ കഴിഞ്ഞ ആഴ്ച പങ്കുവച്ചത്. ആ ഓർമ്മകളിലേക്ക് വീണ്ടും സ്വാഗതം. അച്ഛൻ്റെ ഒരു മരണമൊക്കെ എങ്ങനെയാണ് രാജകൃഷ്ണനും സഹോദരിയും അമ്മയും കുടുംബമൊക്കെ നേരിട്ടത്? ശരിക്കും അച്ഛൻ ഈ പറയുന്ന ഈ ദുശീലത്തിന് കാരണം അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് അച്ഛൻ്റെ ആരോഗ്യം മോശമായിരുന്നു. പക്ഷെ ആരോഗ്യം മോശം ഇപ്പൊ ഒരു സാധാരണ ഈ അസുഖത്തിന്റെ പേരെന്ന് പറയുന്നത് ലിവർ സിറോസിസ്. ഈ അസുഖം വന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ 5 വർഷമാണ് ലൈഫ് സ്പാൻ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. പക്ഷെ അച്ഛൻ അതിനുശേഷം ആ അസുഖം കണ്ടുപിടിച്ചതിന് ശേഷം അച്ഛൻ മദ്യപിച്ചിട്ടില്ല. മദ്യപിക്കാതെ ഒരുപാട് വർഷങ്ങൾ. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞ മണിച്ചിത്രത്താഴൊക്കെ ഉണ്ടായത്. മണിച്ചിത്രത്താഴും ബാക്കിയുള്ള എത്രയോ നല്ല സിനിമകൾ, അതായത് അനന്തഭദ്രം പോലുള്ള സിനിമകളൊക്കെ അതിനുശേഷം ഉണ്ടായ സിനിമകളാണ്. പക്ഷെ അതിനുശേഷം ഗ്രാജുവലി അച്ഛന്റെ ഹെൽത്ത് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നു. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അച്ഛൻ പോവാണ് എന്നുള്ളത് വ്യക്തമായിട്ട്. കാരണം ഓരോ 6 മാസം കൂടുമ്പോഴും അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക, പിന്നെയും വീട്ടിൽ ഒരു 6 മാസം, പിന്നെയും ഹോസ്പിറ്റൽ, വീട്, ഹോസ്പിറ്റൽ. ഇത് തന്നെയായിരുന്നു കുറെ നാള്. അതാരും അറിഞ്ഞിട്ടില്ല, നമ്മളെ വെളിയിൽ ആരെയും അറിയിക്കാനും പോയിട്ടില്ല. അതിന്റെയൊക്കെ നമ്മളെ ഉള്ളിൽ തന്നെ നമ്മളതങ്ങനെ കീപ്പ് ചെയ്തു. ബട്ട് ആ ഒരു ഇതിൽ തന്നെ ഞങ്ങൾ പ്രിപ്പയർ ആവുമായിരുന്നു. ഞങ്ങൾ ഫുൾ ഫാമിലി, എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അനിയത്തിയാണെങ്കിലും ഞാനാണെങ്കിലും എൻ്റെ കുടുംബം ആണെങ്കിലും എല്ലാവരും പ്രിപ്പയർഡ് ആണ്. അല്ല, അദ്ദേഹം എങ്ങനെയായിരുന്നു? ഈ ഒരു അവസ്ഥയിലാണ് മരണത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പോഴും തമാശയാ. അച്ഛൻ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. അതായത് അതിനൊരു എക്സാമ്പിൾ പറയാം. അച്ഛൻ മരിക്കുന്നതിന് വെറും 2 ദിവസം 3 ദിവസം മുമ്പ് നടന്നൊരു ഇൻസിഡന്റ് പറയാം. അതായത് അച്ഛൻ CCയിലോട്ട് അച്ഛനെ കൊണ്ടുപോകാൻ പോവാണ്. അപ്പം എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അമ്മ അടുത്തുണ്ട്, അച്ഛനുണ്ട്. അപ്പം അച്ഛൻ പോകുന്നതിന് മുമ്പായിട്ട് അമ്മയടുത്ത് പറയാണ്, എൻ്റെ കാര്യം പോക്കാം പറഞ്ഞ ടോണില്ല, എൻ്റെ കാര്യം ഇങ്ങനെ കാണിച്ചു. അപ്പൊ അമ്മ ചോദിച്ചു എവിടെ പോകും? ഞാൻ ഇങ്ങനെ കാണിച്ചു. അപ്പൊ അമ്മ പറഞ്ഞ് അപ്പൊ അങ്ങനെ ഞാനും വരും പറഞ്ഞ ചിരിച്ചുണ്ട് ഇങ്ങനെ സൈഡിലോട്ട്. അപ്പൊ എന്താ അങ്ങനെ ചിരിച്ചേ? എനിക്ക് അവിടെ സ്വൈര്യം തരുന്നില്ല. അതായത് അത്ര ഹ്യൂമർ സെൻസ്. ഞാൻ പറയുന്നത് വെറും 3-4 ദിവസം മുമ്പ് അച്ഛനെ CCയിലോട്ട് കൊണ്ടുപോയി. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ അച്ഛന്റെ മരണം സംഭവിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ പോലും അച്ഛൻ അത്രയ്ക്ക് ഹ്യൂമർ സെൻസോടെ അല്ല എല്ലാ കാര്യങ്ങളും കണ്ടിരുന്നത്. അച്ഛൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് വന്നിട്ട് ഇപ്പൊ ഇന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ ഒരു മാസം മുമ്പ് ആ സുഹൃത്ത് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ഓപ്പണായിട്ട് പറയുകയാണ്, അടുത്ത ഇത്രാം തീയതി മുതൽ നിനക്ക് എന്നെ ചിലപ്പോൾ എന്നെ കാണാൻ പറ്റില്ല, ഞാൻ ഉണ്ടാവില്ല. ഹി വാസ് വെരി വെൽ പ്രിപ്പയർഡ്. അച്ഛൻ അറിയാവുന്ന, അതായത് മുമ്പിൽ മരണം വന്ന് നിൽക്കുന്നു എന്നുള്ള പോലെയായിരുന്നു അച്ഛൻ്റെ ഒരു പ്രിപ്പറേഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഷോക്ക് നമ്മളെല്ലാവരും ഇങ്ങനെ പ്രിപ്പയർഡ് ആയിരുന്നു. ഷോക്ക് ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നത് എൻ്റെ നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനാണ്. അപ്പം അത് പക്ഷേ അത് ഞങ്ങൾ ഓവർകം ചെയ്തു വരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു നല്ല കാലഘട്ടം ചെലവഴിച്ചത് ആകാശവാണിയിലാണ്. ആകാശവാണിയിൽ അതിമനോഹരമായ ലളിതഗാനങ്ങൾ ഇപ്പോഴും ആ ശേഖരത്തിലുണ്ട്. സംവിധാനം എം ജി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞത് കേൾക്കും. ആകാശവാണിയും അദ്ദേഹവുമായിട്ടുള്ളൊരു അടുപ്പം, അവിടുത്തെ ആൾക്കാരും അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം, അവരുടെ ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശസ്തരുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ഇന്ററാക്ഷനൊക്കെ ഇദ്ദേഹത്തിന്റെ ഈ സർഗാത്മകതയെ എത്രത്തോളം വളർത്തി? എങ്ങനെയായിരുന്നു ആ ബന്ധം? എങ്ങനെയാണ് ആകാശവാണി? അച്ഛൻ എപ്പോഴും പറയുന്നത് എം ജി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഉണ്ടാക്കിയത് ആകാശവാണിയാണ്. അച്ഛന്റെ കഴിവ് മുഴുവൻ അച്ഛനെ ഒരു മ്യൂസിക് ഡയറക്ടർ ആക്കിയത് ആകാശവാണിയാണ്. അല്ലെങ്കിൽ അച്ഛനൊരു പാട്ടുകാരനാവാൻ വേണ്ടിയിട്ടിരുന്ന ആളാണ്.
പാട്ടുകാരനാവണം, ആസ് എ സിംഗർ അച്ഛൻ മുന്നോട്ട് പോയ ആളാണ്. അച്ഛനെ ഒരു കമ്പോസർ ആക്കിയത് ആകാശവാണി തന്നെയാണ്. അവിടെയാണ് കമ്പോസിങ് അച്ഛൻ സ്റ്റാർട്ട് ചെയ്തത്. അച്ഛന്റെ കരിയറിന്റെ ആസ് എ മ്യൂസിക് ഡയറക്ടർ ഇന്ന് അച്ഛനെ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് അറിയപ്പെടുന്നത് കാരണം ആകാശവാണി. അപ്പൊ അതേ ഇത് അച്ഛൻ ആകാശവാണി എടുത്തുണ്ടായിരുന്നു. ഞങ്ങള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത് അച്ഛന്റെ ഓഫീസ്, ആകാശവാണി എന്ന് പറഞ്ഞ അച്ഛന്റെ ഓഫീസ് അങ്ങനെ തോന്നിയിട്ടില്ല നമുക്ക്. നമ്മളവിടെ ഞാൻ അവിടെ പോകാറുണ്ട്. അച്ഛന്റെ റൂം എന്ന് പറയുന്ന സ്റ്റാഫ് റൂമുണ്ട്. അവിടെ പോയി ഞങ്ങൾ ഇരിക്കും. ഞങ്ങൾ മുകളിലേക്ക് പോയിട്ട് എല്ലാവരുടെയും ടേബിളിന്റെ ചുറ്റും കിടന്ന് ഓടും. അവർക്കൊക്കെ നമ്മൾ അതൊരു ഓഫീസായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലം, അച്ഛൻ ചിലപ്പോൾ എന്നെ അവിടെ കൊണ്ടിരുത്തിയിട്ട് വൈകുന്നേരം വരെയൊക്കെ ഞാൻ അവിടെ കിട്ടുന്നുണ്ട്. ആകാശവാണി എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥലമേ അല്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞത്. ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ടോട്ടലി ഡിഫറെന്റ് പ്ലേസ് ആണ് അത്. അച്ഛൻ ഉണ്ടായിരുന്ന കാലം എന്ന് പറയുന്നത് അത് എന്റെ ഒരു സ്വന്തം വേറൊരു വീട് എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക്. ആകാശവാണി സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരികയും അവർ തമ്മിലുള്ള സൗഹൃദങ്ങൾ എങ്ങനെയായിരുന്നു? ആകാശവാണിയിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് പേര്, ഇപ്പൊ നെയ്യാറ്റിൻകര വാസുദേവൻ സാറ്, ഇവരൊക്കെ ആയിരുന്നു അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ഇപ്പോഴും പുല്ലാങ്കുഴലിന്റെ KS ഗോപാലകൃഷ്ണൻ, അതെ, എല്ലാവരും ഒരുപാട് പേര്. ആർട്ടിസ്റ്റുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു ഇതും ഇല്ലായിരുന്നു. അതായത് മൊത്തം ആർട്ടിസ്റ്റുകളായിരുന്നു. ആകാശവാണി മുഴുവൻ നിറഞ്ഞു നിന്ന അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പൊ അവരൊക്കെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയണ്ടേ, അതൊരു സുഹൃത്ത് ബന്ധത്തിനെക്കാട്ടിലൊക്കെ മുകളിൽ, സുഹൃത്ത് ബന്ധം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു റിലേഷനായിട്ട് മാറും. ആ ഒരു റിലേഷന് നമുക്കൊരു പ്രത്യേക പേരിട്ട് കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നു അവർ തമ്മിൽ. ഇപ്പോഴും അവരൊക്കെ അച്ഛൻ പോയി എന്നറിഞ്ഞിട്ട് പൊട്ടിക്കരയെന്ന് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അച്ഛൻ പോയ നിമിഷം ആകാശവാണിയിൽ പോയി ഞാൻ അച്ഛനെ കൊണ്ട് പല സ്ഥലങ്ങൾ ഈ ഇതിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആകാശവാണി ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അപ്പോഴാണ് അച്ഛന്റെ റിലേഷൻ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആകാശവാണിക്കകത്തുണ്ടായത് അച്ഛൻ പാടിയ രാമായണം അവർ ഫുൾ ആകാശവാണിയുടെ വെളിയിൽ മുഴുവൻ, അങ്ങനെ ഒരു സംഭവം ആകാശവാണിയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ആകാശവാണിയുടെ വെളിയിൽ മുഴുവൻ അച്ഛൻ വായിച്ച രാമായണ പാരായണം, അച്ഛന്റെ വോയിസ് ഇങ്ങനെ നടന്നിരിക്കുക. അറിയാതെ നമ്മളങ്ങ് കരഞ്ഞുപോയി. അത് മാത്രമല്ല, മാവേലിക്കര SR രാജു അവരൊക്കെ കരയുന്ന കണ്ടിട്ട് ഈശ്വര അവർക്കൊക്കെ ഇത്രയ്ക്ക് അച്ഛൻ്റെ അടുത്ത് സ്നേഹമായിരുന്നു എന്ന് തോന്നുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ അവരെ എപ്പോഴും കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ പൊട്ടിക്കരയായിരുന്നു. ആ കരച്ചിൽ കണ്ട ഞാൻ പോലും അത്രയും കരഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അച്ഛന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ അച്ഛന്റെ ബോഡിയിൽ പിടിച്ചിട്ട് കരയാണ്. അതും അവര് പ്രായമായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെ കൺട്രോൾ ചെയ്യാൻ ഞാൻ പാടുപെട്ടു. അദ്ദേഹത്തിന്റെ വേഷവിധാനം വളരെ വിശേഷമായിരുന്നു. നല്ല വെള്ള ജൂബ, മുണ്ട്, പവിഴം കെട്ടിയ രുദ്രാക്ഷം, നെറ്റിയിൽ ഒന്നിൽ കൂടുതൽ ക്ഷേത്രങ്ങളിലെ കളഭം. അത് വർഷങ്ങളായി ആ തുടരുന്ന ശീലം എങ്ങനെയാണ് രാധാകൃഷ്ണൻ അതിനെ നോക്കി കാണുന്നത്? ഈ സിനിമ അതൊരു വർണ്ണാഭമായ ലോകമാണ്. അവിടെ ഈ തൂവെള്ളയുമായിട്ട് ഇത്രയും കാലം നിൽക്കാൻ സാധിച്ചു. എന്താണത് അദ്ദേഹത്തിന് അതിനോടുള്ളൊരു ഇഷ്ടം? ഇല്ല, അച്ഛന് തുടക്കം മുതലേ മുണ്ട് അച്ഛന്റെ ഒരു വേഷമാണ്. അത് പർട്ടിക്കുലർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വേഷമാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് അച്ഛൻ അത് പ്യുവർ വൈറ്റിലോട്ട് മാറുന്നത്. അച്ഛൻ താടി വെക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റൈലുണ്ടായിരുന്നു. എന്റെ അമ്മ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ എനിക്ക്. അതായത് അച്ഛനിങ്ങനെ ഏത് ബുക്കാന്നറിയില്ല, ഒരു ജെയിംസ് ബോണ്ടിന്റെ ബുക്ക് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ. അപ്പം അതൊരെണ്ണം കയ്യിലുണ്ടാവും. ഒരു ഫുൾ സ്ലീവ്സ് ഷർട്ട് ഇട്ട് 2 മടക്കും. അപ്പൊ MGR സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അന്ന് അച്ഛൻ വളരെ ചെറുപ്പമാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കാര്യം പറയുന്നത്. അപ്പൊ എന്റെ അമ്മ ഇവിടെ വിമൻസ് കോളേജിൽ പഠിക്കുന്നത്. അപ്പൊ അച്ഛൻ പോകുന്നത്, അച്ഛന് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇറങ്ങി DP വഴി ഓൾഡ് റെഡി പോവാം. പക്ഷെ അച്ഛൻ നടന്ന് വിമൻസ് കോളേജിന് മുമ്പിൽ കൂടെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകത്തുള്ളൂ. അത് ചിലപ്പോൾ അത് ആ പ്രായത്തിന്റെ ഇതായിരിക്കാം. പക്ഷെ ആ സമയത്ത് MG രാധാകൃഷ്ണനെ കാണാൻ കോളേജിൽ കുറെ പേര് വെയിറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ആ ഒരു കാലഘട്ടത്തിൽ അപ്പം ഈ സ്റ്റൈല് അവർ ഫോളോ ചെയ്യുമായിരുന്നു. അന്ന് അമ്മ പറഞ്ഞുള്ള അറിവുള്ളൂ, എനിക്കിത് ഡയറക്റ്റായിട്ടുള്ള അറിവല്ല. അപ്പൊ അന്നത്തെ ഒരു ഫാഷൻ എന്ന് പറയുന്നത് ലുങ്കിയും ഷർട്ടും ഇടുന്ന ഒരു ഫാഷൻ ഉണ്ടായിരുന്നു കോളേജിൽ. പെണ്ണുങ്ങൾ ലുങ്കിയും ഷർട്ടും ഇടും. അപ്പൊ അതൊരു ഫാഷനായിരുന്നു, ഇങ്ങനെ ചുറ്റിയിട്ട് എന്തോ ഇടുന്ന അങ്ങനെ ഒരു ഫാഷൻ. അപ്പൊ ആ സമയത്ത് ഷർട്ട് ഇടുമ്പോൾ അവർ പറയുന്നത് MGR സ്റ്റൈൽ എന്നാണ്. 2 മടക്കിയിട്ട് അച്ഛൻ ഒരു പ്രത്യേക രീതിയിൽ അത് ചെയ്യും. അപ്പൊ അത് ചെയ്തു പോകുന്ന MGR സ്റ്റൈൽ. അങ്ങനത്തെ ഒരു ഫാഷൻ ആ സമയത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ തനിയെ അച്ഛനെ ഒരു ഫാഷൻ ഡിസൈനറായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ സ്വയം അച്ഛന്റെ വേഷം ഇതാണ്. അച്ഛൻ അതിലേക്ക് ഗ്രാജുവലി വരുമായിരുന്നു. താർത്താസിൽ വന്ന
പാർത്താസിൽ നിന്നാണ് അച്ഛൻ ആ ജുബ്ബ എടുക്കുന്നത്. പാർത്താസിൽ വന്ന ഒരു പർട്ടിക്കുലർ ലക്നൗ ജുബ്ബ എന്നാണ് പറയുന്നത്. ആ ജുബ്ബ യൂസ് ചെയ്യാൻ തുടങ്ങി. ആ ജുബ്ബയാണ് പിന്നെ അച്ഛൻ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തത്. അവിടെ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ വിളിച്ചു പറയാം അച്ഛനെ. അത് 2-3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ജുബ്ബ ഒന്നിനും കൊള്ളില്ല, കീറിപ്പോവും. അത് പക്ഷെ അത് അച്ഛന് സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റോക്ക് വരും വീട്ടിൽ. അത് പിന്നെ അതൊരു അച്ഛന്റെ ഒരു എന്താ പറയുക സിഗ്നേച്ചർ ഡ്രസ്സായിട്ട് മാറി. പിന്നെ അച്ഛൻ അതില്ലാതെ എം ജി രാധാകൃഷ്ണനെ കണ്ട ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. ആ ഒരു രീതിയായി. താടിയും ആ ഡ്രസ്സും അച്ഛന്റെ ഒരു ഇതാണ്, സിഗ്നേച്ചറാണ്. ഇപ്പൊ മകനെന്നുള്ള നിലയിൽ താങ്കൾ എത്തി നിൽക്കുന്ന ഇടം രാധാകൃഷ്ണൻ ചേട്ടന് ഇഷ്ടമുള്ള ഇടമായിരുന്നു, അതിൽ സംതൃപ്തനായിരുന്നോ? അച്ഛൻ ഒരിക്കലും ഞാൻ ഇതിലും ഞാൻ ഉഴപ്പും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അച്ഛന്റെ ഒരു ഇതനുസരിച്ച് ഞാൻ വയലിൻ പഠിപ്പിക്കാൻ നോക്കി, അത് ചെയ്യാൻ നോക്കി, ഇത് ചെയ്യാൻ നോക്കി, എല്ലാത്തിനും ഞാൻ ഉഴപ്പി. ഇതിലും ഞാൻ ഉഴപ്പും എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ അതിൽ ഈ ഒരു സ്റ്റേജ് വരെ വരാൻ പറ്റി. അത് അച്ഛന്റെ മാത്രം, അച്ഛൻ ആ മ്യൂസിക്കിന് എനിക്ക് അച്ഛനിൽ നിന്നും കിട്ടിയ ഒരു മ്യൂസിക്കിന്റെ ഒരു ഇതുണ്ടല്ലോ, ട്രാൻസ്ഫർ, അത് കാരണം ഉണ്ടായ ഒരു കഴിവിന്റെ ബേസിസിലാണ് ഞാൻ ഈ സൗണ്ട് ഡിസൈനിങ്ങിൽ ഇത്രയും ഒരു സ്റ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ വരാൻ കാരണം. അപ്പൊ അത് അച്ഛന് വളരെ സന്തോഷമായിരുന്നു. ലാസ്റ്റ് മൂമെന്റ് വരെ ഇപ്പൊ പറയുന്ന ഡയറക്ടേഴ്സ്, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്ന എല്ലാവരുമായിട്ട് ഞാൻ അങ്കിൾ അല്ലെങ്കിൽ മാമ അല്ലെങ്കിൽ ചേട്ടാ എന്ന് വിളിച്ച് സംസാരിക്കുന്നത്. ഇവരൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഞാനുമായിട്ട് ഒരു പടം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നേരെ അച്ഛനെ വിളിക്കും. ഞാൻ മകനുമായിട്ട് വർക്ക് ചെയ്തു, നന്നായിട്ട് വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് എന്നെ കുറിച്ചൊരു ഫീഡ്ബാക്ക് കൊടുക്കുക. അവരത് ചെയ്തതിന് ആരൊക്കെ അത് ചെയ്തിട്ടുണ്ട് അവരുടെ അടുത്തൊക്കെ ഞാൻ താങ്ക്സ് പറയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെന്റെ അച്ഛനെ ഭയങ്കരമായിട്ട് സന്തോഷം, ഭയങ്കരമായിട്ട് ലാസ്റ്റ് മൂമെന്റിൽ എന്റെ അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സത്യൻ സാറിന്റെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു, ടി വിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കണ്ടിട്ട് സത്യൻ സാർ എന്നെ കുറിച്ച്, സത്യൻ അന്തിക്കാട് സാർ എന്നെ കുറിച്ച് അതിൽ പറയുന്നു. അതും കണ്ടിട്ടാണ് അച്ഛൻ, അത് കഴിഞ്ഞ ഉടനെയാണ് അച്ഛന്, അപ്പൊ പോലും അച്ഛന്റെ കണ്ണി കൂടെ വെള്ളം വന്നെന്നാണ് അമ്മ പറഞ്ഞത്. കാരണം അച്ഛനത് അത്രയ്ക്ക് പ്രൗഡായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കും. എനിക്ക് അച്ഛനോട് ചോദിക്കാൻ പറ്റിയിട്ടില്ല എന്റെ ഇതിൽ അച്ഛൻ ഹാപ്പിയാണോ എന്ന് എനിക്ക് ഇന്നേ വരെ എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് ആയിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അച്ഛനും രാധാകൃഷ്ണൻ തമ്മിൽ എങ്ങനെയാണ്? എല്ലാ കാര്യവും തുറന്നു പറയുന്ന ഒരു സുഹൃത്തിനെ പോലെയുള്ള അച്ഛനായിരുന്നു, അതേ അകലം പാലിക്കുന്ന അച്ഛനായിരുന്നു? എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള വളരെ ഒരു അകലം ഉണ്ടായിരുന്നു? അകലം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അച്ഛനെ ഇഷ്ടമാണ്, അച്ഛൻ എന്നെ ഇഷ്ടമാണെന്ന് അറിയാം. പക്ഷെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് എന്നെ ഇതുവരെ അച്ഛൻ അടിച്ചിട്ടൊന്നുമില്ല. എനിക്ക് കിട്ടേണ്ട അടി മുഴുവൻ കിട്ടിയിരിക്കുന്നത് എന്റെ ചിറ്റപ്പനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിറ്റപ്പനെ അച്ഛൻ കണ്ടിരിക്കുന്ന മൂത്ത മോനും എന്നെ കാണുന്നത് രണ്ടാമത്തെ മോനും, അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ ഇളയ മക്കളെ ആരും അടിക്കാറില്ല. പലപ്പോഴും മൂത്ത കുട്ടിക്കാണ് അടി കിട്ടാറ്. അതുകൊണ്ട് തന്നെ ചിറ്റപ്പന് കിട്ടിയിരിക്കുന്ന അടി മൊത്തം കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു പിച്ച് പോലും അച്ഛന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അച്ഛൻ്റെ അടുത്തോട്ട് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെ അപ്രോച്ച് ചെയ്യാറില്ല. അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എനിക്കൊരു പേടിയായിരുന്നു, രൂപം കൊണ്ടൊന്നുമല്ല. പക്ഷെ അച്ഛന്റെ ഒരു പൊസിഷൻ ചിലപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയോ എന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവണം. ബാക്കിയുള്ളവർ അച്ഛന് കൊടുക്കുന്ന റെസ്പെക്ട് കണ്ടിട്ടോ അല്ലെ എന്തോ ഉണ്ടോ. അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി ഒന്ന് പറഞ്ഞ പോലെ എനിക്ക് ഞാൻ നിന്ന് വിറക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിസിലോട്ട് ഇടപെടാൻ പറ്റിയിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് ബേസിസ് ഇടപെടേണ്ട ഒരു പ്രായം എത്തിയപ്പോൾ അച്ഛൻ വീക്കായി. പക്ഷെ എന്നാലും അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു ടുവേഴ്സ് ദ എൻഡ് ടൈം. ഇപ്പൊ ഈ പറയുന്ന ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ അച്ഛൻ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് എന്നെ സെല്ലിൽ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ അച്ഛൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ആ സമയമായപ്പോഴത്തേക്ക് ഞാൻ തിരക്കിന്റെ ഒരറ്റത്തോട്ട് മാറുകയും എനിക്ക് അച്ഛനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും, എന്റെ ഒരു ജോലിയുടെ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. സിനിമയ്ക്കകത്ത് ബാക്കിയുള്ളവരുടെ സമയം കൂടെ നോക്കി വേണം ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എനിക്ക് എന്റെ അച്ഛൻ വിളിക്കുമ്പോൾ അച്ഛൻ ഞാൻ പിന്നീട് വിളിക്കാം, ഞാൻ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ വിളിക്കാം പിന്നീട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ പിന്നെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റാതെ ഒരുപാട് പോയിട്ടുണ്ട്. അതിൽ ഞാൻ വളരെയധികം എനിക്ക് വിഷമമുണ്ട്. അച്ഛനുമായിട്ടൊരു ആശയപരമായിട്ട് എപ്പോഴെങ്കിലും ഒരു എതിർപ്പോ, അച്ഛനെ എതിർക്കണമെന്ന് തോന്നിയ അവസ്ഥയോ അത് പ്രകടിപ്പിക്കുകയോ അത്തരം ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഏതൊരു മകനും ഏതൊരു അച്ഛനും തമ്മിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്റെ അച്ഛനും ഞാനുമായിട്ട് ഉണ്ടായിട്ടുള്ള ഏക പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛന്റെ മദ്യപാനം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ട് ആയിരുന്നു. ബാക്കി ഒരു പ്രശ്നവും. അതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കും? ചിരിയാണ്.
അത് എപ്പോഴെങ്കിലും അതിൽ അദ്ദേഹത്തിന് ഒരു വേദന ഉണ്ടായിരുന്നു, ഈ ഇതൊന്നും ഒഴിയാൻ പറ്റാത്തൊരവസ്ഥ? അല്ല, ഒഴിയാൻ പറ്റാത്ത അവസ്ഥ എന്റെ അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അച്ഛൻ നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നാളെ പോലെ കഴിക്കുന്നില്ല, പിന്നെ കഴിക്കില്ല, പിന്നെ അച്ഛൻ തൊടില്ല. പിന്നെ അച്ഛൻ കഴിക്കുന്നത് അച്ഛൻ തന്നെ വിചാരിക്കുമ്പോഴേ അച്ഛൻ പിന്നെ കഴിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അച്ഛൻ ഇന്നേ വരെ ഞാനിപ്പോ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അച്ഛൻ ഇന്നേ വരെ അടിച്ചിങ്ങനെ അങ്ങനെ എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്റെ അച്ഛൻ തുടങ്ങിയത് മദ്യപാനം തുടങ്ങുന്നത് ഒരുപാട് ലേറ്റ് സ്റ്റേജിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അച്ഛൻ കൂടുതൽ കഴിച്ചിട്ടുണ്ടാവുക. പക്ഷെ കൂടുതൽ കഴിക്കാന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇന്നേ വരെ ഞാൻ അച്ഛനിങ്ങനെ അടിച്ച്. പിന്നെ ഒരു കാര്യമുണ്ട്, കച്ചേരി പാടുന്ന സമയത്ത് അച്ഛൻ കഴിക്കില്ല. അച്ഛനൊരു ജോലി ഉണ്ടെങ്കിൽ അച്ഛൻ ഒരിക്കലും കഴിച്ചിട്ട് ആ ജോലിക്ക് പോയി അതൊരിക്കലും അച്ഛൻ ചെയ്യില്ല. ഇപ്പൊ ചെയ്ത സിനിമകളിലെല്ലാം 150ഓളം സിനിമ ചെയ്തു, എല്ലാം നല്ല സിനിമകളാണെങ്കിലും ഉള്ള സമയം പൂർണ്ണമായി വിനിയോഗിച്ചില്ല എന്ന് അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അവസാന കാലഘട്ടത്തിൽ? അച്ഛൻ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തലയിൽ എഴുതിയിട്ടുള്ള സിനിമ, എനിക്ക് വിധിച്ചിട്ടുള്ള പടം എനിക്ക് വരും. അല്ല ഞാൻ അവന്റെ അടുത്ത് പോയി എടാ എനിക്കൊരു പടം താടാ, ഞാൻ പറയില്ല. ഈ ലാസ്റ്റ് സ്റ്റേജ് ഈ പറയുന്ന ഈ ലേറ്റസ്റ്റ് ടൈമിൽ പോലും ഞാൻ അച്ഛൻ്റെ തോന്നുന്നത് അച്ഛൻ ഇങ്ങനെ ഒരു പടം എനിക്ക്, കാരണം ഞാൻ ഇൻഡസ്ട്രിക്കകത്ത് കയറിയപ്പോൾ എനിക്ക് ന്യൂസ് അച്ഛന് ഫീഡ് ചെയ്യാൻ പറ്റും. അച്ഛൻ ഇങ്ങനെ ഒരു പടമുണ്ട്, ജസ്റ്റ് ആ ഡയറക്ടറിനത് പൊടാടും. അച്ഛന്റെ റിയാക്ഷൻ പൊടാടും. ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല, ഇനി നീ പറഞ്ഞിട്ട് ഞാൻ ചെയ്യണം. അയാളെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് പടം വേണമെന്ന് ഞാൻ പറയണം, അതിന്റെ ആവശ്യമില്ല എന്നുള്ള അച്ഛൻ പറയുന്നത്. കാരണം അച്ഛൻ എന്തിനാ അത് പറയുന്നത്? ഞാനും പലപ്പോഴും പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട് എന്തിനാ അച്ഛൻ പറയുന്നത്. അച്ഛനെ ആവശ്യമുള്ളവർ അച്ഛനെ തേടി വരട്ടെ. അച്ഛന് ആ ടാലന്റ് ഉണ്ട്. ചിത്ര ചേച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ കമ്പോസ് ചെയ്യുന്ന ഇങ്ങനെയാണെന്ന്. അതായത് ഒരു പാട്ട് കിട്ടിയിട്ട്, ഈ ലൈറ്റ് മ്യൂസിക്കിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് പാട്ട് കിട്ടിയിട്ട് അച്ഛൻ പോകുന്ന വഴിക്ക് ഒരു പാട്ടുണ്ട്, ചിത്ര ചേച്ചിയെ വിളിച്ചോണ്ട് പോവാണ്. ചിത്ര ചേച്ചി അന്ന് കൊച്ചാണ്. ചിത്ര ചേച്ചി തന്നെ പറഞ്ഞ കഥയാണ്. ചിത്ര ചേച്ചിയെ വിളിച്ചോണ്ട് പോകുന്നു ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക്. ചിത്ര ചേച്ചിയാണ് അന്ന് ഈ ലളിതഗാന പാഠത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടി, പഠിക്കാനിരിക്കുന്ന കുട്ടി. അപ്പോ അവിടെ ചെല്ലുന്ന വഴിക്കാണ് പാട്ട് കമ്പോസ് ചെയ്യുന്നത്. കാറിന്റെ പുറത്ത്, സ്റ്റിയറിംഗിന്റെ പുറത്ത് പാട്ടെടുത്ത് വയ്ക്കുന്നു, ഓടിച്ചോണ്ട് പോകുന്നു. അച്ഛൻ എന്തോ മൂളുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നേരെ സ്റ്റുഡിയോയിലോട്ട് കയറുന്നു, ഓർക്കസ്ട്രക്കാർക്ക് എന്തോ പറഞ്ഞു കൊടുക്കുന്നു. നേരെ അവിടെ വരുന്നു, അച്ഛൻ ഹാർമോണിയം എടുത്തിട്ട് പാട്ട് പഠിപ്പിക്കുക ഡയറക്റ്റ്. അതായത് ചിത്രേച്ചി പറയുന്നത് അപ്പോഴേ കിട്ടിയതേ ഉള്ളൂ, കവർ പൊട്ടിച്ചത് അപ്പോഴാണ്. ചിത്രേച്ചിന് മുമ്പ് വെച്ചിട്ടാണ് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവർ പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലരും അയച്ചു കൊടുക്കുന്ന പാട്ടിൽ നിന്ന് പല നല്ല പാട്ട് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് അതിലൊരു 10 പാട്ട് സെലക്ട് ചെയ്യും, അതിലൊരു പാട്ട് സെലക്ട് ചെയ്യും. അങ്ങനെയായിരുന്നു എന്റെ ഓൾറെഡിയുള്ള രീതി. അപ്പൊ ആ പാട്ട് എടുത്തിട്ട് അച്ഛൻ പോകുന്ന വഴിക്ക് കമ്പോസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക. അത്ര ആവശ്യമുള്ളൂ അച്ഛനെ സംബന്ധിച്ച്. ലിറിക്സ് കിട്ടിയാൽ അച്ഛൻ അതിലെ പാട്ട് ചെയ്യുന്നതാണ് അച്ഛന് താല്പര്യം. ഈ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് ആദ്യം താനെന്ന തന്നെന്ന പാടിയിട്ട് പിന്നെ ലിറിക്സ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനോട് അച്ഛന് എതിർപ്പായിരുന്നു ലാസ്റ്റ് വരെ. വളരെ സന്തോഷമുണ്ട് ഒരു വലിയ സംഗീതജ്ഞന്റെ ജീവിതത്തിലൂടെ മകന്റെ വാക്കുകളിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞ. നന്ദി, നമസ്കാരം.